മിഥുനം രാശിക്കാർക്ക് 6-ാം തീയതി മുതൽക്ക് 12-ാം തീയതി വരെ ഉള്ള ഒരു ഫലമാണ്. ജൂലൈ മാസം 6 മുതൽ 12-ാം തീയതി വരെയുള്ള ഫലം. മാസക്കണക്കിലുള്ള ഫലത്തെ ഈ ജൂലൈ മാസം പൂർണ്ണമായിട്ടുള്ള ഫലത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെതായ കുറച്ച് വ്യത്യസ്തതകളൊക്കെ ഉണ്ടാകും. ആ ദിവസങ്ങളുടേതായ കാൽക്കുലേഷൻ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതായത് കുറച്ചൊക്കെ ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിട്ടായിരിക്കും വരിക. അത് കുടുംബമായിട്ടൊക്കെ കുറച്ച് അന്തരീക്ഷത്തിലൂടെ സന്തോഷകരമായി ഇരിക്കുക, അവർക്കൊപ്പം ചിലവഴിക്കുക എന്നൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയമായിരിക്കും. അതൊരല്പം നല്ല ഒരു തീരുമാനം തന്നെയായിരിക്കും. 6-ാം തീയതിക്കും 12-ാം തീയതിക്കും ഇടയ്ക്ക് സമ്പത്തുപരമായ രീതിയിൽ ഒരല്പം മുന്നേറ്റം വരും. അതായത് കടം വാങ്ങേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആകുന്നത്. എന്തായാലും 15-ാം തീയതി വരെ ഈ ഒരു പ്രോസസ്സ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. 15-ാം തീയതിക്ക് ശേഷമാണ് ഒരു മാറ്റമൊക്കെ വരുന്നത്. അത് മാസം കണക്കാക്കിയുള്ള അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമ്പത്തുപരമായ രീതിയിൽ ഒരല്പം മുന്നേറ്റമൊക്കെ വരും. കിട്ടുന്ന തൊഴിലുകൾ എന്തോ അതിനനുസൃതമായി ചെയ്ത് ധനത്തെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. എവിടെ നിന്നെങ്കിലും കിട്ടാനുള്ള കാശ്, കടം ആയിട്ടൊക്കെ കിട്ടാനുള്ള കാശ്, ലോൺ സംബന്ധപ്പെട്ട രീതിയിൽ ഒരു സഹായം ഒക്കെ വന്നെത്തുന്ന ഒരു കാലമാണ്. ഈ മിഥുനം രാശിക്കാർക്ക് മകയിര നക്ഷത്രക്കാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കടം വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാലും കുറച്ചുകൂടി കടം വാങ്ങിയാലേ നിവൃത്തിയുള്ളൂ എന്നെങ്കിൽ 100% ഈ 12-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 15-ാം തീയതിക്കുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് വന്നെത്തുകയും ഒരല്പം ആശ്വാസം വരുന്ന ഒരു സാഹചര്യമാണ്. അതിനെ ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഇരട്ടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഈ രാശിയിൽപ്പെട്ട മുതിർന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്നുവെങ്കിൽ അവർക്കൊരല്പം ആശ്വാസമൊക്കെ കിട്ടാം. ഈ രാശിയിൽപ്പെട്ടവരുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്കോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ട്, അതിലൊരു മുന്നേറ്റം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. എടുത്തു പിടിച്ച് ആശുപത്രിയിലൊക്കെ ഓടേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നില്ല. എന്തായാലും കുടുംബപരമായ രീതിയിൽ ഒരു സന്തോഷം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. കുടുംബത്തിലെ മക്കൾക്കൊപ്പമൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ സന്ധ്യാസമയത്തൊക്കെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ അവർക്കൊപ്പം കൂടിയിരുന്ന് ഒരല്പം നല്ല കാര്യങ്ങളൊക്കെ പറയുക. ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടം ആയിരിക്കും ഈ 6-ാം തീയതിക്കും 12-ാം തീയതിക്കും ഇടയിൽ. മിഥുനം രാശിക്ക് 2-ാം ഭാവത്തിലാണ് ഈ സമയം വ്യാഴം സഞ്ചാരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തേടി വരുന്ന വ്യക്തികളിൽ ഒക്കെ ഒരു നല്ല ഒരു മതിപ്പും മര്യാദയും ഒക്കെ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് അവരിൽ നിന്ന് നല്ലൊരു മതിപ്പും മര്യാദയും ഒക്കെ കിട്ടും. മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഒരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ടെക്നോളജി പരമായ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അത് തരുന്ന വ്യക്തികളാൽ നിങ്ങൾക്കൊരു ആശീർവാദം എന്തായാലും ഉണ്ട്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്, ഗുഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ എന്തായാലും ഉണ്ട്. തീർച്ചയായിട്ടും ഒരു അപ്രിസിയേഷൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ധൈര്യപൂർവ്വം മകയിരം, തിരുവാതിര, പുണർന്നം എന്നിങ്ങനെയുള്ള വ്യക്തികളുടേതായ പ്രവർത്തനങ്ങൾക്ക് 100% ഷുവർ ആയിട്ട് തന്നെ ഇത് ലഭിക്കും. അതുപോലെ തപാൽ സംബന്ധപ്പെട്ട വകുപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ അവരുടേതായ ഒരു സീറ്റ് അവർക്ക് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. താങ്കൾക്ക് വേണ്ടിയിട്ടുള്ളത് മറ്റാർക്കുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം 100% ആശ്വാസത്തിന് വക നൽകുന്ന ഒരു കാലം തന്നെയായിരിക്കും. ഇതൊക്കെ കേട്ട് മനസ്സ് വല്ലാത്ത രീതിയിൽ ഒരു അഹങ്കരിക്കുകയൊന്നും വേണ്ട. കാരണം അത് പിന്നീട് വിനയം ഉണ്ടാക്കി വയ്ക്കും. കാരണം ഒരു അഹങ്കാര ഭാവം നമ്മളിലേക്ക് എപ്പോഴും ക്രിയേറ്റ് ആകും എന്നുള്ളതാണ്. അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കൊടുക്കുന്ന എഫർട്ട് എന്താണോ അതിനെ കമ്പൽസറി ആയിട്ട് കണ്ടിന്യൂറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക. എവിടെ സന്തോഷം ലഭിക്കുന്നുവോ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ അതിനെ പരമാവധി ഒഴിവാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. വാക്കുവാദങ്ങൾ ഇവിടെ അഹം എന്ന ഒരു ഭാവം നിങ്ങളിലേക്ക് വരുന്നത്. അഹം ഉള്ളിലേക്ക് വന്നാൽ അത് ഭാവമായി പുറത്തേക്ക് വരും. അത് പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. എന്നെ സംബന്ധിച്ചിടത്തോളം അഹം എന്നൊരു ഭാവത്തെ ഞാൻ ഉൾക്കൊള്ളാറേയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ കയറിയ ആളുകൾ തെറി വിളിച്ചാൽ പോലും ഞാൻ അതിനൊന്നും മറുപടി പറയാറില്ല. കാരണം അത് അതാത് വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പറയുന്ന ആളിൻ്റെ മനോഭാവം എന്താണോ അതായിരിക്കും നമ്മളിലേക്ക്. ഞാൻ അതിന് പ്രതികരിക്കാൻ പോയാൽ ഞാനും അയാളും തമ്മിലുള്ള വ്യത്യാസത്തിന് ഉള്ള ഒരു കാര്യത്തെ ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് അഹം എന്നൊരു ഭാവം എവിടെ ക്രിയേറ്റ് ആകുന്നോ അവിടെ നമുക്കൊരു നാശവും ആരംഭിക്കുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന നല്ലതിനെ ഉൾക്കൊണ്ട് ആ ഒരു ഭാവത്തെ എനിക്ക് ദൈവം വിധിച്ചത് ഞാൻ എൻ്റെ കർമ്മത്താൽ നേടി എന്ന് മാത്രം ചിന്തിച്ചു പോകേണ്ട ഒരു കാലഘട്ടം ആരംഭിക്കുന്നു. ഈ വ്യാഴം ഈ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം കുടുംബസ്ഥാനത്ത്
മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഒക്കെ നമ്മൾക്ക് പ്രാപ്തമായ മനസ്സോടുകൂടി എടുക്കാനായിട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണം ചെയ്യും. ഒരു കാതിൽ കേട്ട് മറ്റൊന്നിൽ കളയേണ്ടത് കളയുക. കണ്ട കാഴ്ചകളെ കാണാതെ അത് നമ്മൾ കണ്ടില്ല എന്ന് വെറുതെ നമ്മളൊന്ന് കണ്ണടച്ച് പോവുക, അല്ലെങ്കിൽ വഴിമാറി പോവുക. അനാവശ്യമായ വാക്കുവാദങ്ങൾക്ക് വഴി തുറക്കാതിരിക്കുക. പുഞ്ചിരിക്കാനായിട്ട് പഠിക്കുക. അത് വളരെയധികം ഗുണം ചെയ്യും. നമ്മുടെ മുന്നിലുള്ളവർ എല്ലാവരും തന്നെ നമ്മളെക്കാട്ടിലും മികച്ച ബുദ്ധിശാലികളാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രശ്നമല്ല. ശരിയാണ് എന്ന് പറയുന്നത് ശരിയാണ്, ശരിയാണ് എന്നൊരു പ്രോസസ്സിലേക്ക് പോയാൽ നമുക്ക് വിഷയങ്ങളില്ല. തർക്കത്തിന് പോകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. മോഹൻലാൽ എപ്പോഴും തന്നെ പറയാറുണ്ട് എല്ലായിടങ്ങളിലും, എന്താ മോനെ പ്രശ്നം, അതെന്താ ഞാൻ പ്രശ്നമായിട്ട് കാണേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ആ പ്രോസസ്സ് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ ഈ സമയത്ത് ഒരല്പം ബ്രേക്ക് ഡൗൺ തന്നെയായിരിക്കും. കാരണം വെച്ചാൽ പഠിക്കാനുള്ള മനസ്സൊന്നും അവർക്ക് വരില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഒരു ആവറേജ് നിലവാരമായിരിക്കും അവർക്ക് വരിക. അതുകൊണ്ട് തല്ലി പഠിപ്പിക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പിണങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. ശാന്തമായ മനസ്സോടുകൂടി ഭഗവത് പാദത്തിങ്കൽ മനസ്സ് കൊടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ വഴികൾ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിൽ മറ്റൊരാൾക്കും പങ്കില്ല, ജാതകത്തിനോ ഗ്രഹങ്ങൾക്കോ പങ്കില്ല എന്ന ചിന്തയോടുകൂടി നമ്മളെടുക്കുന്ന എഫർട്ടുകൾ ശരിയായ രീതിയിലാണെങ്കിൽ 100% നിങ്ങൾക്ക് ഷുവറായിട്ടും നല്ല പ്രവർത്തന വിജയം ലഭിക്കും. ഇവിടെ ഭൈരവ സ്വാമിയെ പ്രാർത്ഥിക്കാം, മാടനെ പ്രാർത്ഥിക്കാം, കാളിയെ പ്രാർത്ഥിക്കാം, എല്ലാവരെയും പ്രാർത്ഥിക്കാം. ഇവർക്കൊക്കെ സത്യം ഉള്ള ദൈവങ്ങളാണ് ഈ മാടനും കാളിയും ഭൈരവൻ എന്ന് പറയുന്ന ദേവതകളൊക്കെ. അതുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഇരട്ടിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് ഏറ്റവും കൂടുതൽ. സത്യത്തിന് സാക്ഷിയായ ദൈവങ്ങളെ പ്രാർത്ഥിക്കുക, സത്യം മാത്രം പറയുക. നിങ്ങളെ ആദ്യം പറയുക ദേവതയോട്. നിങ്ങളെ ആദ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വന്ന പ്രശ്നത്തെ പറയുക. അപ്പോഴാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് പറയേണ്ടത്. ഭഗവാനോട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് എതിർ സ്ഥാനത്ത് നിന്നും എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ രണ്ടിടത്തെയും കണക്ക് നോക്കി തീർപ്പാക്കി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാതെ എനിക്ക് ഇന്നടത്തു നിന്ന് പ്രശ്നം വരുന്നു, നമ്മുടെ കാര്യത്തെ കൂടെ പറയണം. ഇവിടെ നല്ലൊരു കാലഘട്ടം ആരംഭമാകുന്നു എന്നതാണ്. 15-ാം തീയതിക്ക് ശേഷം ഒരല്പം ബ്രേക്ക് ആവും കേട്ടോ.